സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നല്ലേ? കേട്ട് കേട്ട് ഞാൻ മടുത്തു. പിന്നെ എങ്ങനെ ഈ ഡേറ്റ അനലിസ്റ്റ് ആയത്? ഞാൻ കോമ്പറ്റൻസിൽ കോഴ്സ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോയിൻ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു സപ്ലി വലിയ പ്രശ്നമില്ല, ഈ കോഴ്സിന്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഉള്ളൂ. അപ്പോൾ അത് ടൈം പീരീഡ് ഉണ്ട്, അവർ തരും. അതിപ്പോ ലാഭായല്ലോ. ഹായ് മനു, കൺഗ്രാറ്റുലേഷൻസ്. ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയല്ലേ? കിട്ടിയായിരുന്നു. ഓഫ് ലെറ്റർ എനിക്ക് കഴിഞ്ഞ വീക്ക് വന്നായിരുന്നു. ഈ 5th ജോയിനിങ് ആണ് ഇവിടെ SSL. മുമ്പ് BD ആയിട്ട് വർക്ക് ചെയ്താണല്ലേ? പിന്നെ എന്തുകൊണ്ട് ആ ഫീൽഡ് തന്നെ മാറിയത്? ഞാനൊരു ഡ്രൈവ് പോയപ്പോഴാണ് എനിക്ക് BD ജോലി കിട്ടിയത്. പക്ഷേ ഞാൻ ഓഫർ ലെറ്റർ വന്നു, പക്ഷേ ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. അതേപോലെ ഞാൻ പഠിച്ചത് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പഠിച്ചു കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞാൽ ജോലി കിട്ടിയതല്ലേ? എന്തുകൊണ്ടാണ് ഇയർ ഗ്യാപ്പ് ഉണ്ടായത്? ഞാൻ ഈ കോഴ്സ് ചെയ്തായിരുന്നു. കോഴ്സ് ചെയ്ത് പകുതിയായപ്പോഴത്തേക്ക് എനിക്ക് ആക്സിഡന്റ് പറ്റി, കൈയൊക്കെ ഫ്രാക്ചർ ആയിരുന്നു. അപ്പം അതാണ് ഈ ഗ്യാപ്പിന് കാരണം. കോമ്പറ്റൻസി ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യോ? ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ ഇടയ്ക്ക് ജോയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. അവനിപ്പോൾ കഴിഞ്ഞ വീക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് അവനും പ്ലേസ്ഡ് ആയിട്ടുണ്ട്.